എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എത്ര പേര് നമ്മുടെ ഉത്രാളികാവ് പൂരത്തിന് പോയി? ഇപ്രാവശ്യത്തെ ഉത്രാളികാവ് പൂരം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതേ കണ്ടല്ലോ, ഇതായിരുന്നു എൻ്റെ കോലം. പിന്നെ ഫുൾ ടൈം ആശുട്ടീനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കൽ തന്നെയായിരുന്നു കേട്ടോ പണി. അതെന്തായാലും പൂരപ്പറമ്പിൽ പോയാൽ അങ്ങനെയാണ്. അവളെയും ഏറ്റിക്കൊണ്ട് വേണം ഞങ്ങൾക്ക് നടക്കാനായിട്ട്. അവൾ നിലത്തിറങ്ങി നടക്കില്ല. പക്ഷേ അതൊരു കണക്കിന് നല്ലതാണ്. കുട്ടി എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഉത്രാളികാവ് പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഉള്ള ആൾക്കാർക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പൂരമാണ് അല്ലേ. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെയുള്ള ഒരു പൂരമാണ് നമ്മുടെ ഉത്രാളികാവ് പൂരം എന്ന് പറയുന്നത്. സോ അത് കാരണം കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരുപാട് ആൾക്കാരാണ് കേട്ടോ തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് പൂരത്തിന്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പൊടിയായിരുന്നു. മൊത്തം പൊടിയായിട്ട് ആൾക്കാർക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പൂർണ്ണമായിട്ട് പറ്റിയില്ല കേട്ടോ. ഇത്ര കുറച്ച് വീഡിയോസ് മാത്രമാണ് എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. തിരിച്ചൊരു കണക്കിനാണ് മക്കളെ വീട്ടിലെത്തിയത്. നമ്മുടെ വെടിക്കെട്ട് കാണാൻ വേണ്ടി നിന്നിട്ട് 8 മണിക്ക് വെടിക്കെട്ട് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 10:30-ക്കാണ് വെടിക്കെട്ട് തുടങ്ങിയത്. അതുവരെ അവിടെ നിന്ന് കാല് കഴിച്ച് അയ്യോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലും ആ ഒരു പൂരം വൈബ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊമ്പന്മാരൊക്കെ പൂരം കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും മുമ്പത്തെ പോലെ എല്ലാ ആൾക്കാർക്ക് എല്ലാവർക്കും ആനേനെ നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം അത്ര സംഭവങ്ങളാണല്ലോ ഇപ്പോൾ പൂരത്തിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ മാറി ഒതുങ്ങി നിൽക്കുകയാണേ. പക്ഷെ നമ്മുടെ ആശുക്കുട്ടിക്ക് മാത്രം യാതൊരു പേടിയില്ല. അമ്മയ്ക്ക് ഭയങ്കര ആനേനെ പേടിയാന്ന് പറയും, എനിക്ക് പേടിയില്ല, അമ്മയ്ക്ക് ഭയങ്കര പേടിയാന്ന് പറയും അവള്. അങ്ങനെ കാത്തിരുന്ന് ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ 10:15 ആയപ്പോൾ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉത്രാളികാവ് പൂരം വെടിക്കെട്ട് കണ്ടു കേട്ടോ. അതാണ് ഇതിലുള്ളൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.